രഞ്ജിനി ഹരിദാസിന് ഒരു മുഖവുര ആവശ്യമില്ല. കുറച്ചു കാലം മുമ്പ് TV പരിപാടികൾ പതിവായി കണ്ടിരുന്നവർക്ക് മറക്കാനാവില്ല ആ മുഖം. വശ്യമായ ചിരിയും ചടുലമായ ബോഡി ലാംഗ്വേജും എങ്ങനെ മറക്കാൻ കഴിയും? നടിയും TV അവതാരികയുമായിരുന്ന അവരെ കുറച്ചു കാലമായി വേദികളിൽ കാണാറില്ലായിരുന്നു. ഈയിടെ അവർ തുറന്നു പറഞ്ഞ ചില കാര്യങ്ങൾ അവരെ വീണ്ടും മാധ്യമങ്ങളിൽ ശ്രദ്ധേയയാക്കി. അവരുടെ വാക്കുകൾ: മിഡ് ലൈഫ് ക്രൈസിസിലൂടെയാണ് എൻ്റെ ജീവിതം ഇപ്പോൾ കടന്നു പോകുന്നത്. എനിക്ക് ഒന്നിനും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അത്രയും സ്ട്രെസ് നിറഞ്ഞ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ. എനിക്ക് എല്ലാ കാര്യത്തിനും ആകെ കൺഫ്യൂഷനാണ്. കാലം മാറുമ്പോൾ കോലവും മാറുകയാണ്. നിപ്പ, കോവിഡ് പോലെയുള്ള ന്യൂജൻ രോഗങ്ങൾ ശരീരത്തെ ബാധിക്കുമ്പോൾ പിന്നെ മനസ്സ് മാത്രം എന്തിനു വെറുതെ ഇരിക്കണം? അക്കൂട്ടത്തിൽ മനസ്സിന് കിട്ടിയ പുതിയ സമ്മാനമാണ് ഈ പ്രതിഭാസം. MLC എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മിഡ് ലൈഫ് ക്രൈസിസ്, മലയാളത്തിൽ മധ്യവയസ്സിലെ പ്രതിസന്ധി എന്ന് പറയാം. കൗമാരം കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രതിസന്ധി നിറഞ്ഞതുമായ ഒരു കാലമാണ് മധ്യവയസ്സ്. വൈകാരികമായി മനുഷ്യർ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥ. ആയുസിന്റെ പകുതി കഴിയുമ്പോൾ, അല്ലെങ്കിൽ പാതി ജീവിതം പിന്നിട്ടു എന്ന് നമുക്ക് തോന്നുമ്പോൾ, അറിയാതെ നാം ഒന്ന് തിരിഞ്ഞു നോക്കി പോകുന്നു. ആ നോട്ടത്തിൽ ലാഭനഷ്ടങ്ങളുടെ കണക്കു പുസ്തകം നാം കാണുന്നു. അപ്പോൾ കിട്ടാതെ പോയതിനെ ഓർത്ത് നാം കണ്ണീർ വാർക്കുന്നു. അതേസമയം കിട്ടിയതിൻ്റെ കേടുപാടുകൾ മാത്രം നാം കാണുന്നു. അതോടെ ജീവിതത്തോട് നമുക്ക് മടുപ്പ് തോന്നുന്നു. ഒന്നും മാറില്ല, അല്ലെങ്കിൽ എവിടെയും എത്തിയില്ല എന്ന തോന്നൽ സദാസമയവും നമ്മെ വേട്ടയാടുന്നു. കിട്ടിയതിൽ തൃപ്തിപ്പെടാനോ കിട്ടാതെ പോയതിനെ മറക്കാനോ നമുക്ക് കഴിയാതെ വരുന്നു. അങ്ങനെ ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു, അമ്മാ തൊട്ടെത്തിയുമില്ല എന്ന് പറഞ്ഞ പോലെയാവുന്നു നമ്മുടെ അവസ്ഥ. ഈ ദുരവസ്ഥയാണ് MLC. 35-നും 55-നും ഇടയിൽ പ്രായമുള്ളവർക്കിടയിലാണ് MLC കാണപ്പെടുന്നത്. ഒന്നിനും താല്പര്യമില്ലായ്മയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ഈ വെറുപ്പ് ഭക്ഷണശീലം, വസ്ത്രധാരണ രീതി എന്നിവയിൽ തുടങ്ങി ഇടയിലുള്ള താല്പര്യമില്ലായ്മയിൽ വരെ എത്തി നിൽക്കുന്നു. പതിവ് ശീലങ്ങളിലുള്ള മാറ്റമാണ് മറ്റൊരു ലക്ഷണം. അത് വസ്ത്രത്തിലും ഭക്ഷണത്തിലും മാത്രം ഒതുങ്ങി നിൽക്കില്ല. ഇണയെ മാറ്റുന്ന കാര്യം പോലും ആലോചിച്ച് നിൽക്കും. കടുത്ത മാനസിക സംഘർഷം രൂപപ്പെടുന്നു. ദിവസം തോറും മാനസിക നില മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ കാര്യങ്ങളൊക്കെ തികച്ചും കുഴഞ്ഞു മറിഞ്ഞു കിടക്കും. ഇക്കാരണത്താൽ തന്നെ ബന്ധങ്ങൾ വഷളാവും. ദുഃഖം, അലസത, ഉറക്കമില്ലായ്മ എന്നിവ പിടികൂടും. പെട്ടെന്നുള്ള തീരുമാനമെടുക്കലാണ് മറ്റൊരു ലക്ഷണം. ജോലി രാജിവെക്കുക, വീട് വിൽക്കുക, വിവാഹമോചനം നേടുക എന്നിവയൊക്കെ ഈ അവസ്ഥയിൽ സംഭവിക്കാം. തീവ്രമായ വിഷാദം, കടുത്ത പശ്ചാത്താപം, ഉയർന്ന ഉത്കണ്ഠ എന്നിവ MLCയുടെ പ്രധാന ലക്ഷണങ്ങളാണ്. യുവത്വം കൈവരിക്കാൻ കൊതിക്കും. കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോകാൻ മോഹിക്കും. പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളിൽ ആഴത്തിലുള്ള പശ്ചാത്താപം തോന്നും. എല്ലാ കുഴപ്പങ്ങൾക്കും പങ്കാളിയാണ് കാരണം എന്ന തോന്നലിൽ അവരോട് നീരസവും വെറുപ്പും തോന്നും. ഇനി ഏറെ കാലം ജീവിതമില്ല എന്ന തോന്നലും മരണത്തോടുള്ള പേടിയും ചേർന്ന് മാനസികമായ അരക്ഷിതാവസ്ഥയുണ്ടാവും. മികച്ച കൗൺസിലിങ്ങിലൂടെ ഈ അവസ്ഥയെ നമുക്ക് മറികടക്കാം. അതിലുപരിയായി സ്വയം മാറാൻ നാം തയ്യാറാകണം. പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കണം. കുടുംബത്തോടൊന്നിച്ച് വിനോദയാത്രകൾക്ക് സമയം കണ്ടെത്തണം. വ്യായാമം പതിവായി ശീലിക്കണം. പുതുതായി എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കണം. ദിവസവും അല്പനേരമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യണം. നിങ്ങൾക്കുള്ളിലെ ക്രിയേറ്റിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുക. ഓർക്കുക, പാതി വഴിയിൽ
നിർത്താനുള്ള യാത്രയല്ല ജീവിതം. അത് മഹത്തായ ഒരു അനുഗ്രഹമാണ്. ജീവിതം ജീവിച്ചു തന്നെ തീർക്കുക.